പ്രിയപ്പെട്ടവരെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് മുന്നിൽ വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ കപ്പലുകൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധവും പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ്. റോയിട്ടേഴ്സിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നും റോയിട്ടേഴ്സ് ഉദ്ധരിക്കുന്നത് ഖായിദുൽ ജയ്ഷ് തഹദ്ദസ മഅ ട്രംപ് വഅഖ്ബറഹു അന്ന ഹിസാറ മദീഖ് ഹുർമുസ് യുശ്കിലു ഉഖ്ബതൻ അമാമൽ മുഹാദസാത്ത്. ഇപ്പോൾ ഇറാൻ കപ്പലുകൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം അടുത്ത ചർച്ചകൾക്ക് മുന്നിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക മേധാവി ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഉപരോധം നിലനിൽക്കെ ഇറാൻ ഒരിക്കലും ചർച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാന് നേരിട്ട് ഇറാൻ ഈ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. ഈ ഉപരോധം അമേരിക്ക ന്യായമല്ലാത്ത വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന രൂപത്തിലുള്ള ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ ഒരിക്കലും പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്ക് വരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ചർച്ചയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ട്രംപ് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താതെ ചർച്ച നടക്കില്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക മേധാവി ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ട്രംപ് പറയുന്നത് റഈസുൽ അംരീക്കി കാല ഇന്നഹു സയൻദുറു ഫീ നസീഹത്തി ഖായിദിൽ ജയ്ഷിൽ പാകിസ്ഥാനി. പാകിസ്ഥാന്റെ സൈനിക മേധാവി നൽകിയ ഈ ഒരു ഉപദേശത്തെ ഞാൻ നല്ല നിലയിൽ അതിനെ കാണുന്നു, അതിന് മുഖവിലക്കെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പ്ലിങ് ആകാൻ പോകുന്നു എന്നാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഇതുവരെ നടത്തിയ ഏതെങ്കിലും ഒരു ഭീഷണിയിൽ ഉറച്ചു നിൽക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കപ്പലുകൾക്ക് എസ്കോർട്ട് നൽകി ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകളുടെ ഗതാഗതം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ ട്രംപ് ആ പ്രസ്താവന പൂർത്തീകരിക്കാൻ ട്രംപിന് സാധിച്ചിട്ടുണ്ടോ? 48 മണിക്കൂർ എന്ന് പറഞ്ഞ് പലതവണ ഇറാന് മുന്നിൽ ഭീഷണി മുഴക്കിയ ട്രംപിന് അത്തരം എന്തെങ്കിലും ഒരു പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അവസാനം ഉപരോധത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് ട്രംപിന് വരാൻ പോകുന്നത്. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് പുറത്തുവിടുന്നത്. റോയിട്ടേഴ്സ് പുറത്തുവിട്ട കാര്യമാണ് ഇപ്പോൾ അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞതിൽ ചില ശരികളുണ്ട്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഉപദേശത്തെ മുഖവിലക്കെടുക്കുന്നു എന്ന് പറഞ്ഞ് മെല്ലെ തടിയൂരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും ബോധ്യപ്പെടുന്നത്.